Hello, welcome to Axonos Learning Online Classes. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ബിസിനസ് സ്റ്റഡീസിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ടാണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ എ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻസിനും വരുന്നത്. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ എന്ത് നോക്കാം, നമ്മുടെ സെക്ഷൻ ബി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 21 to 35 വരെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. 2 മാർക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 35 വരെ, 20 വരെ നമ്മുടെ സെക്ഷൻ എ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി 21 to 35 ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 21st ക്വസ്റ്റ്യൻ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വരുന്നത്. ഡാഷ് റെഫേഴ്സ് ടു ബൈയിങ് ഗുഡ്സ് ഫ്രം ദ മാനുഫാക്ചറേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ആൻഡ് സെല്ലിംഗ് ദ സെയിം ടു ദ ഫൈനൽ കൺസ്യൂമേഴ്സ്. എന്താണ് പറയണത്? ഡാഷ് റെഫേഴ്സ് ടു ബൈയിങ് ഗുഡ്സ് ഫ്രം ദ മാനുഫാക്ചറേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ആൻഡ് സെല്ലിംഗ് ദ സെയിം ടു ദ ഫൈനൽ കൺസ്യൂമേഴ്സ്. ഗുഡ്സ് നമ്മൾ മാനുഫാക്ചറുടെ കയ്യിൽ നിന്നോ ഹോൾസെയിലറുടെ കയ്യിൽ നിന്നോ വാങ്ങിച്ചിട്ട് നമ്മൾ ഫൈനൽ കൺസ്യൂമേഴ്സിന് അത് സെല്ല് ചെയ്യുന്നു, വിൽക്കുന്നു. അതിനെ പറയുന്ന പേരെന്താണ്? നമുക്കത് ഓൾറെഡി അറിയാം. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളതിന് റീറ്റെയിൽ എന്നാണ് പറയുക. റീറ്റെയിൽ ട്രേഡ്, ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് വാങ്ങിയിട്ട് നമ്മൾ കൺസ്യൂമേഴ്സിന് കൊടുക്കുക. നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ, അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ബി എന്താണ്? ഡാഷ് റെഫേഴ്സ് ടു ബൈയിങ് ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ഓർ മാനുഫാക്ചറേഴ്സ് ഫോർ സെയിൽ ടു അതർ ട്രേഡേഴ്സ്. ഇത് റീറ്റെയിൽ ആണ്, അപ്പോൾ ഇതെന്തായിരിക്കും? ഇറ്റ് ഈസ് ഹോൾസെയിൽ ട്രേഡ്. അങ്ങനെ മാത്രമല്ല, നമുക്കിത് വായിച്ചാൽ അറിയാം എന്താണ്. ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ മാനുഫാക്ചറർ എടുത്തുനിന്നോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, അതായത് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉണ്ടാക്കുന്ന ആൾ ആരാണോ അവിടെ ചെന്നിട്ട് നമ്മളത് ലാർജ് ക്വാണ്ടിറ്റിയിൽ വാങ്ങിയിട്ട് നമ്മളത് എന്താണ്, ആളുകൾക്ക് വിൽക്കാനല്ല കൊടുക്കുന്നത്, പകരം മറ്റ് കച്ചവടക്കാർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഓക്കെ, അതെന്താണ്? ഹോൾസെയിൽ ട്രേഡാണ്. ഓക്കെ, കണ്ടില്ലേ? ഫോർ സെയിൽ ടു അതർ ട്രേഡേഴ്സ് ആണ്. ദെൻ അതാണ് 21ാമത്തെ ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. എ റീറ്റെയിൽ ട്രേഡ് ആണ്, ബി ഹോൾസെയിൽ ട്രേഡ് ആണ്. ദെൻ 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റിന് ഏതെങ്കിലും 2 എക്സാമ്പിൾ. സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. എങ്കിലും ഒന്നും കൂടെ പറയാം. നമ്മുടെ MCQs സെക്ഷൻ എയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളുകളുടെ കീഴിൽ വർക്ക് ചെയ്യാതെ അവനവൻ്റെ ഒരു സ്കില്ല് വെച്ചിട്ട് അവനവൻ റിസ്ക് എടുത്തിട്ട് ഒരു സംരംഭമെന്നോ എന്ത് വേണേലും പറയാം, അങ്ങനെ നമ്മളായിട്ട് സ്വയം ഏൺ ചെയ്തുണ്ടാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അവിടെ സെൽഫാണ്, ആ പേരിലുണ്ട് സെൽഫായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ്. അവിടെ വേറെ ആരും അതിൽ ലയബിൾ അല്ല, റെസ്പോൺസിബിൾ അല്ല. റിസ്ക് വരികയാണെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിലും ലോസ് ആവുകയാണെങ്കിലും ഒക്കെ ഈ സെൽഫ്, അതായത് ആ ഒരാൾ മാത്രം. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം. ഓക്കെ, സോ അതിന് 2 എക്സാമ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എക്സാമ്പിൾസ് സിമ്പിളായിട്ടുള്ള 2 എക്സാമ്പിൾസ് പറയാം. ഒന്നെന്ന് പറയുന്നത് ടൈലറിംഗ് ആണ്. രണ്ടെന്ന് പറയുന്നത് റണ്ണിങ് എ ഗ്രോസറി ഷോപ്പാണ് വരുന്നത്. സോ ടൈലറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടൈലേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ള ടൈലറിംഗ് ഷോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. റണ്ണിങ് എ ഗ്രോസറി ഷോപ്പ്, നമ്മുടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വിൽക്കാൻ വയ്ക്കുന്ന ഗ്രോസറി ഷോപ്പ് അറിയാലോ അല്ലേ, നമ്മൾ മെയിനായിട്ട് വരുന്ന സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ വിൽക്കുന്ന കട. ദെൻ ടൈലറിങ് ഷോപ്പ്, നമ്മളറിയാം ടൈലർ ഷോപ്പ്, ഡ്രസ്സൊക്കെ അടിക്കുന്ന അങ്ങനത്തെ കട. സോ അതൊക്കെ എന്താണ്? ടൈലറിങ്ങും ഗ്രോസറി ഷോപ്പും ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ കൊടുത്തതാണ്. നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കാം. ഏതെങ്കിലും 2 എക്സാമ്പിളാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ 2 ഷോപ്പും വെച്ചിട്ട് നോക്കൂ നിങ്ങൾ. ഇപ്പോൾ റണ്ണിങ് എ ഗ്രോസറി ഷോപ്പാണ്, ഞാനാണ് ആ കട തുടങ്ങുന്നത്, ഞാനാണ് അതിന് ലയബിളായിട്ടുള്ളത്. ഞാൻ മറ്റൊരാളുടെ കീഴിലല്ല പണിയെടുക്കുന്നത്, എൻ്റെ സ്വന്തം ഷോപ്പാണ്, ഞാനാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 2 എക്സാമ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻറ്റേർണൽ ട്രേഡ്. ഇൻറ്റേർണൽ ട്രേഡിൻ്റെ ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ ട്രേഡ് ടേക്സ് പ്ലേസ് വിത്തിൻ ദ കൺട്രി ആണ്. ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ട്രേഡ് അല്ലെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബിസിനസ് എന്ന് പറയാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുക. ആ രാജ്യത്തിൻ്റെ ബൗണ്ടറി വിട്ട് പുറത്തോട്ട് പോകില്ല, ഫുള്ള് അവിടെയാണ്, വിത്തിൻ ദ ബൗണ്ടറിയാണ് നടക്കുന്നത്. സോ
അതിൻ്റെ രണ്ട് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ് ടേക്സ് പ്ലേസ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി. അതൊരു ഫീച്ചറാണല്ലോ. എന്താണ് ഒരു രാജ്യത്തിൻ്റെ ആ ബൗണ്ടറിക്ക് ഉള്ളിലാണ് നമ്മുടെ ഈ ഒരു കാര്യം നടക്കുന്നത്. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് നടക്കുന്നത് ആ ബൗണ്ടറിക്ക് പുറത്ത് പോകുന്നേ ഇല്ല അല്ലേ. രണ്ടാമത്തെ എന്താ, ദ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് കറൻസി. പേയ്മെൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഡൊമസ്റ്റിക് കറൻസിയിലാണ്. അപ്പോൾ ഇന്ത്യയിലാണ് ഇൻറ്റേർണൽ ട്രേഡ്, ഇന്ത്യക്കകത്ത് നിന്നാണ് ചെയ്യുന്നത്. സോ നമ്മുടെ കറൻസി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ റുപ്പിയാണ് അല്ലേ. അപ്പോൾ റുപ്പിയിലാണ് നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പിയാണ്. ഇന്ത്യൻ റുപ്പിയിലാണ് നമ്മൾ ഇന്ന് നടത്തുക ട്രാൻസാക്ഷൻസിന് പേയ്മെൻറ്റ് നൽകുന്നത്. ഓക്കെ, ഈവൻ നമ്മൾ മറ്റൊരു രാജ്യവുമായിട്ട് ഇപ്പോൾ US ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ എന്താ പറയുക കറൻസി എന്താണ്? US ഡോളറാണ് അല്ലേ. അപ്പോൾ അവിടെ US ഡോളറാണ്, നമുക്ക് ഇന്ത്യൻ റുപ്പിയാണ്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷനിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ US ഡോളർ ആവശ്യം വരുമ്പോൾ US ഡോളറിൽ തന്നെ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ എന്താ പറയണത്? നമ്മുടെ ഇൻറ്റേർണൽ ട്രേഡ് ആകുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറി കടക്കാതെ, അതിർത്തി കടന്നു പോവാതെ അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മൾ ഇൻറ്റേർണൽ ട്രേഡ് നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തത് പേയ്മെൻറ്റ്സ് നടത്തുന്നത്, അതായത് നമ്മൾ പണമിടപാടുകൾ നടത്തുക എന്തായിരിക്കും? ഡൊമസ്റ്റിക് കറൻസിയിൽ മാത്രമായിരിക്കും. അതായത് ഏത് രാജ്യത്താണോ ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ കറൻസിയിലൂടെ മാത്രമായിരിക്കും ട്രാൻസാക്ഷൻസിന് പേയ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, അതാണ് 23ാമത്തെ ചോദ്യം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 24th ക്വസ്റ്റ്യൻ ആണ്. നെയിം എനി 2 ഇ-കൊമേഴ്സ് ബിസിനസ്. ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെയും പറഞ്ഞിട്ടുണ്ട്, ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് ബിസിനസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ബിസിനസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഇ-കൊമേഴ്സ് ബിസിനസ് എന്ന് പറയാം. എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടിയല്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു 2 എക്സാമ്പിൾസ് തന്നിട്ടുള്ളത്. ഓക്കെ, ഏതാണ്? ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട്. ആമസോണും ഫ്ലിപ്കാർട്ടും എന്താണ്? ഇ-കൊമേഴ്സ് ബിസിനസ്സാണ്. ഓക്കെ, ഇ-കൊമേഴ്സ് അതായത് ബിസിനസ് ടു കൺസ്യൂമേഴ്സ് ആണത്. B2C ആണ് നമ്മുടെ എന്താണ്? ആമസോണും ഫ്ലിപ്കാർട്ടും. അതാണ് എല്ലാവർക്കും അറിയപ്പെടുന്നത് കുറച്ചും കൂടി എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അത് രണ്ടും കൊടുത്തത്, ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട്. ദെൻ നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ദ എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റിംഗ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫങ്ഷനാണ് ഡയറക്റ്റിംഗ്. സോ നമുക്കറിയാം ഡയറക്റ്റിങ്ങിൽ തന്നെ മെയിനായിട്ട് അതിന് 4 എലമെൻറ്റ്സ് വരുന്നുണ്ട്. അറിയാലോ, ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റിംഗ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുമ്പോൾ ഈ 4 എലമെൻറ്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുക. ഏതൊക്കെയായിരുന്നു? ഒന്ന് സൂപ്പർവിഷനാണ്, ഒന്ന് കമ്മ്യൂണിക്കേഷനാണ്, ദെൻ സൂപ്പർവിഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, പിന്നെ എന്തായിരുന്നു? മോട്ടിവേഷൻ. യെസ്, ഈ 4 എണ്ണമാണ് മെയിനായിട്ട് വരുന്നത് നമ്മുടെ എന്താണ് നമ്മുടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല സൂപ്പർവൈസ് ചെയ്യുക, അവരെങ്ങനെ നമ്മൾ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള ഇതാണ്. ഓക്കെ, മാനേജേഴ്സ് ലോവർ ലെവൽ എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യുക. ദെൻ ലീഡർഷിപ്പ് അറിയാലോ, ലീഡേഴ്സിന് പല ക്വാളിറ്റീസും ഉണ്ട്. അവർ മറ്റുള്ളവരെ ലീഡ് ചെയ്തിട്ട് എന്താ പറയുക, ഒരു ജോലി അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ലീഡ് ചെയ്യണം. മോട്ടിവേഷൻ, ആവശ്യ സമയത്ത് എംപ്ലോയീസിന് മോട്ടിവേഷൻ മേ ബി ഇൻ കൈൻഡ് ഓഫ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഈവൻ ഇറ്റ് ഇസ് ഇൻ മോണിറ്ററി ടേംസ് ആവാം, നോൺ മോണിറ്ററി ടേംസ് ആവാം. റെക്കഗ്നിഷനും കാര്യങ്ങളും കൊടുക്കുക, അപ്രീസിയേഷൻ കൊടുക്കുക, അവർക്ക് ബോണസ് കാര്യങ്ങൾ അങ്ങനെ മോണിറ്ററി ടേംസിൽ കൊടുക്കാം. ഈവൻ അവർക്ക് മോട്ടിവേഷൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് രൂപത്തിലൊക്കെ കൊടുക്കാം. അതൊക്കെയാണ് എന്ത് നമ്മുടെ മോട്ടിവേഷനിൽ വരുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റിങ്ങിൽ വരുന്നതാണ് ഇതൊക്കെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ the manager and the employees must have a proper communication between them which will result to the better എന്താ പറയുക കുറച്ചും കൂടെ ബെറ്റർ ഗ്രോത്തിനും കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ എന്താണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു മെയിൻ ഫാക്ടറാണ്. ഒക്കെ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഒരു എംപ്ലോയീസിനെയൊക്കെ ഡയറക്റ്റ് ചെയ്യുകയാണ്, ഒരു വഴിക്ക് നയിക്കുക, ഒരു വഴിയിലേക്ക് നയിക്കുകയാണ് നമ്മൾ കറക്റ്റായിട്ട്. സോ ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് ആണ് സൂപ്പർവിഷനും ലീഡർഷിപ്പും മോട്ടിവേഷനും കമ്മ്യൂണിക്കേഷനും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ എംപ്ലോയീസിനെ നല്ല വഴിക്ക് നടത്തുക അല്ലെങ്കിൽ അവരുടെ വഴിക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ ഈ 4 എലമെൻറ്റ്സും സൂപ്പർവൈസ് ചെയ്ത് കൊണ്ടുപോവുക, മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോവുക, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക അവർ തമ്മിൽ. ഓൾസോ എന്താണ് അവരെ ലീഡ് ചെയ്യാനും ആൾ വേണം. ഓക്കെ, സോ ഈ 4 എണ്ണമാണ് നമ്മുടെ ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 26ാമത്തെ ചോദ്യം? മെൻഷൻ എനി 2 ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. പിന്നെ സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നാണ് വന്നിട്ടുള്ളത്. സെൽഫ് എംപ്ലോയ്മെൻറ്റിന് റിക്വയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും 2 ക്വാളിറ്റീസാണ്
നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് അറിയാലോ. എന്തായിരുന്നു? മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാതെ നമ്മൾ നമ്മുടെ സ്കില്ല് കൊണ്ട് നമ്മൾ സ്വയം എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മളായിട്ടൊരു സംരംഭം ആരംഭിക്കുന്നതിനെയോ ഒക്കെ നമുക്ക് എന്തെന്ന് പറയാം? സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സെൽഫാണ് അവിടെ മസ്റ്റ്. സോ അതിന് വേണ്ട 2 ക്വാളിറ്റീസാണ്. ഒന്നെന്താണ്? റിസ്ക് ടേക്കിംഗ് എബിലിറ്റി. സെക്കൻഡ് വൺ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. വെറുതെ ഒരാൾ പോയിട്ട് ഞാൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുകയാണ്, എനിക്ക് മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോയാൽ നടക്കില്ല. ദേ മസ്റ്റ് ഹാവ് സം കൈൻഡ് ഓഫ് ക്വാളിറ്റീസ് എന്നാണ് പറയുന്നത്. ദേ മസ്റ്റ് പോസസ് എന്താണ്? റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയാണ് ഒന്ന്. ഏതെങ്കിലും കുറേ ഉണ്ട് അവർക്ക്. സോ ഞാൻ ഏതെങ്കിലും 2 മെയിനായിട്ട് വരുന്നത് എന്താണ്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ കീഴിൽ പോകണ്ട എന്ന് വിചാരിച്ച് ഞാനായിട്ടാണ് ഇത് തുടങ്ങുന്നത്. സോ അതിലെന്താണ്? എനിക്ക് റിസ്ക് ആ ഒരു കമ്പനിയിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ അൺസർട്ടൻ ഫ്യൂച്ചറാണ്. സോ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന റിസ്ക് ഒക്കെ ഏറ്റെടുക്കാനുള്ള ഒരു സ്കില്ല്, ഒരു എബിലിറ്റി എന്ത് വേണം? എനിക്ക് വേണം എന്നാണ് പറയുന്നത്. സോ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് അതിൽ വരുന്നതാണ്. ദെൻ പിന്നെ വരുന്നത് എന്താണ്? ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ്. ഞാനൊരു ഒറ്റ വ്യക്തിയേ ഉള്ളൂ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഞാൻ എന്ത് ഇതാണോ തുടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ എന്ത് ജോബാണോ ചെയ്യുന്നത്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണ്, സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അതിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് എന്താണ്? എനിക്ക് തീർച്ചയായും വേണം. ഓക്കെ. സോ ആ തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യരുത്, ഞാൻ സ്വയം ചെയ്യണം. ദാറ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ. സോ എന്തായിരുന്നു? മെൻഷൻ എനി 2 ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന ആൾക്ക് ഒന്നാമത്തെ കാര്യം എന്ത് വേണം? റിസ്ക് ടേക്കിംഗ് എബിലിറ്റി. റിസ്ക് എടുക്കാനുള്ള ഒരു കഴിവ് വേണം. എന്ത് ടൈപ്പ് ഓഫ് റിസ്കോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു വോളിയം ചെറുതോ വലുതോ മീഡിയം ടൈപ്പ് റിസ്കോ എന്ത് റിസ്ക് ആയാലും അത് എന്ത് റിസ്ക്കും നമുക്ക് ഏറ്റെടുക്കാനുള്ളൊരു കഴിവ് വേണം. ദെൻ പിന്നെ എന്താണ്? ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. എൻ്റെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഞാൻ തുടങ്ങുന്ന ആ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ എനിക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റണം എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ വലിച്ചിടാനോ അല്ലെങ്കിൽ നമുക്ക് തക്കതായ സമയത്ത് ഒരു കറക്റ്റ് ടൈമിൽ ഡിസിഷൻ എടുക്കാൻ കഴിയാതെ വരാമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ഫ്ലോപ്പായിട്ട് പോകും. സോ എന്താണ്? ഇത്തരത്തിലുള്ള സ്കിൽസ് ആർക്ക് വേണം എന്നാണ് പറയുന്നത്? അല്ലെങ്കിൽ എന്തിന് വേണം? സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണം എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ഒരു ഫസ്റ്റിൽ ഒരു 6 ക്വസ്റ്റ്യൻസാണ്, 6ഓ 5ഓ ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ പിന്നെ 2 ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയാൽ 35 വരെയാണ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.